حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് ഈമാനിൻ്റെ ആദർശ പ്രഖ്യാപനം അടങ്ങുന്ന ഒരു ദിക്റാണ്. ആ ദിക്ർ ചൊല്ലേണ്ട വിവിധ സ്ഥലങ്ങൾ ഹദീസുകളിൽ വന്നത് നമ്മൾ സൂചിപ്പിച്ചു. ആ ദിക്ർ നമ്മുടെ ജീവിതവുമായി ആദർശവുമായി എത്രമാത്രം ശക്തമായ ബന്ധം നിലനിർത്തുന്നു എന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റളീതു ബില്ലാഹി ദീനൻ വബിൽ ഇസ്ലാമി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലൻ ഔ നബിയ്യൻ. അല്ലാഹു സുബ്ഹാനഹു തആലയെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൽ നിന്നുള്ള റസൂലായിട്ടും നബിയായിട്ടും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം. എന്താണ് ആ പ്രഖ്യാപനത്തിൻ്റെ വിപുലമായ വിശാലമായ തലങ്ങൾ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തേത് റളീതു ബില്ലാഹി റബ്ബൻ,
അള്ളാഹുവിനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആമൻതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. എൻ്റെ റബ്ബായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട്, എൻ്റെ ആവലാദികൾ പരിഹരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്രവൃത്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? അള്ളാഹു മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരാൾക്കും ഇടപാടുകളില്ല, ഇടപെടാൻ സാധ്യമല്ല. അവനോടാണ് എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള സഹായകൻ, സംരക്ഷകൻ എന്ന് ഒരു മനുഷ്യന് വിശ്വസിക്കണം. അതനുസരിച്ച് ജീവിക്കണം. അതാണ് ആമൻതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെയോ വഖ്തനഅതു ബിഹി റബ്ബൻ വ ഇലാഹൻ, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബും ഇലാഹും എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. വിശ്വാസം മാത്രമല്ല, ബോധ്യം കൂടിയാണ്. അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബും ഇലാഹും എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. വസയ്യിദൻ വആമിറൻ വഹാക്കിമൻ, അള്ളാഹു മാത്രമാണ് എൻ്റെ യജമാനൻ, എന്നോട് കാര്യങ്ങൾ ആജ്ഞാപിക്കാൻ, വിധിവിലക്കുകൾ പറയാൻ അർഹതയുള്ളത് അവന് മാത്രമാണ്. വഹാക്കിമൻ, എൻ്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നതും അള്ളാഹു മാത്രമാണ്. വലൻ അർളാ റബ്ബൻ സിവാഹു, എനിക്കവന് തുല്യമായിട്ടുള്ള ഒരു റബ്ബില്ല, ഞാൻ ആ റബ്ബിനെ തൃപ്തിപ്പെട്ടിട്ടില്ല, ഇനി തൃപ്തിപ്പെടുകയുമില്ല എന്ന പ്രഖ്യാപനമാണ് റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ. ഒന്ന് റബ്ബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടണം, ഇലാഹായിട്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. റബ്ബായിട്ടും ഇലാഹായിട്ടും തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇലാഹായിട്ട് അള്ളാഹ് മാത്രമാണ് എന്ന് തൃപ്തിപ്പെടാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹു ഇലാഹാണ്, എല്ലാ ഇലാഹുകൾക്കും മുകളിലുള്ള സർവോന്നതനായിട്ടുള്ള ഇലാഹാണ് അള്ളാഹു എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അല്ലാതെ അവരുടെ കൂട്ടത്തിലെ അനേകം ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടല്ല അള്ളാഹിനെ അവർ കണ്ടത്. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായി, ഇലാഹുകളുണ്ടായി. മക്കയിലെ പിന്നെ കഅബാലയത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വിജയശേഷം, മക്കം ഫതഹിന് ശേഷം 100 കണക്കിന് വിഗ്രഹങ്ങളെയാണ് കഅബാലയത്തിൽ നിന്ന് എടുത്തു മാറ്റിയത്. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ കുറച്ച് പേരുകൾ നമുക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ ഖുർആൻ അതിൽ കുറച്ച് പേര് പറഞ്ഞു തന്നു. ഖുർആൻ പേര് പറഞ്ഞു തരാത്ത നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 100 കണക്കിന് വിഗ്രഹങ്ങൾ, ഓരോ ഗോത്രങ്ങൾക്കും വിഗ്രഹങ്ങൾ, ഓരോ കുടുംബങ്ങൾക്കും വിഗ്രഹങ്ങൾ, ഇലാഹുകളെ അവരിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പടച്ചവൻ മാത്രമാണ് ഇലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ, തൃപ്തിപ്പെടാൻ അവർക്ക് സാധ്യമായില്ല. അള്ളാഹുവിനെ ആ ഇലാഹുകളുടെ കൂട്ടത്തിലല്ല അവർ കണ്ടത്, മറിച്ച് ഈ ഇലാഹുകളൊക്കെ എന്തിനാ? ഹഉലാഇ ശിഫാഉനാ ഇൻദല്ലാഹ്, ഹഉലാഇ ശിഫാഉനാ ഇൻദല്ലാഹ്. മക്കയിലെ മുശ്രിക്ക് പറഞ്ഞതാണ്. ഈ ഇലാഹ് എന്തിനാണ്? മക്കയിലെ കഅബാലയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ച, നിങ്ങൾ നിർമ്മിച്ച, നിങ്ങൾ പണി കഴിപ്പിച്ച ഈ വിഗ്രഹങ്ങൾ എന്തിനാണ്? ഇലാഹുകൾ എന്തിനാണ്? ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങൾക്ക് പടച്ചോന്റെ അടുത്തേക്ക് ശഫാഅത്ത് പറയാനാണ് ഈ ഇലാഹ്, അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് പറയാൻ. അപ്പൊ അള്ളാഹ്ക്ക് അവരൊരു സ്ഥാനം നൽകിയിരുന്നു. ആ സ്ഥാനം ഏതാ? റബ്ബ് എന്ന സ്ഥാനമായിരുന്നു. സകലതിന്റെയും റബ്ബ് എന്ന സ്ഥാനം. ആ റബ്ബായിട്ട് അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ തൃപ്തിപ്പെട്ടു. പക്ഷെ ആ റബ്ബിലേക്ക് പാപിയായ, പാപം ചെയ്യുന്ന മനുഷ്യനുക്ക് അടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ, തങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ, തങ്ങൾക്ക് പാപമോചനം പറയാൻ, തങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യാനുള്ള മധ്യസ്ഥന്മാരായിട്ട് ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അരികിൽ ഞങ്ങൾക്കുള്ള
ശുപാർശക്കാരാണ് അവർ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനെ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ അവൻ ഇലാഹായിട്ടും അവനെ മാത്രം തൃപ്തിപ്പെടണം. ഇലാഹായിട്ട് അള്ളാനെ മാത്രം തൃപ്തിപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ചർച്ചയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു ഫാഷിസത്തിന്റെ രൂപമുണ്ടെന്ന് ചിന്തിക്കുന്ന മതേതരവാദികൾ, സെക്യുലറിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, മഅബൂദായിട്ട് ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളതായിട്ട് യഥാർത്ഥത്തിൽ ആര് മാത്രമുള്ളോ? അല്ലാഹ് മാത്രമുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ളത് അല്ലാഹ് മാത്രമാണ്. ബാക്കി എല്ലാ ഇലാഹുകളുടെയും ആരാധ്യതയെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു, പറ്റൂല എന്ന് പറയുന്നു. അതൊരു ഫാഷിസ്റ്റ് രീതിയാണെന്ന, അതൊരു സ്വേച്ഛാധിപത്യ പ്രവണതയാണ്. വിശാലമാകണം. ആലോചിച്ച് നോക്കുക, സെക്യുലറിസത്തിന്റെ ഫ്രെയിമിലാണ് എല്ലാത്തിനെയും പറ്റി ചിന്തിക്കുന്നത് ആളുകൾ, എല്ലാത്തിനെ പറ്റി ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി അംഗീകരിക്കാൻ പറ്റാത്ത ഇത് മാത്രം, എനിക്ക് മാത്രം എന്ന് പറയാവുന്ന എത്ര സംഗതികളുണ്ട്? ഒരാൾ പറയാണ്, എൻ്റെ ഭാര്യ ഞാനുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. അത് ഫാഷിസാണോ? അത് ഏകാധിപത്യ പ്രവണതയാണോ? അത് സങ്കുചിതമായ നിലപാടാണോ? ഒരു പുരുഷൻ വിചാരിക്കാണ് എൻ്റെ ഭാര്യ ഞാനുമായിട്ട് ലൈംഗിക ജീവിതം ഉണ്ടാകാവൂ. അപ്പോൾ സെക്യുലറിസത്തിന്റെ വിശാല കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. നിന്റെ ഭാര്യ അവളോട് ഇഷ്ടമുള്ള എല്ലാവരുമായി ലൈംഗിക ജീവിതം പങ്കുവെക്കാനുള്ള വിശാലമായൊരു വീക്ഷണത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യ ജീവിതത്തിൽ മാത്രമെന്ന് പറയാൻ അവകാശപ്പെട്ട കുറേ ഏരിയകളുണ്ട്. മാത്രമെന്ന് പറയാൻ സെക്യുലറിസത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താ? പുതിയ കോടതി വിധികൾ ഇപ്പോൾ പുതിയത് വന്നിരിക്കുക എന്താ? ഭാര്യയുള്ള പുരുഷന് ലിവിങ് ടുഗദറിന് അവകാശമുണ്ടെന്നാണ് പുതിയ ഹൈക്കോടതി വിധി നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ച് 100% പ്യൂരിറ്റിയുള്ള ഒരു കോഡായിട്ട് മുസ്ലിം കരുതുന്നില്ല. മുസ്ലിം എന്നല്ല, ഒരു മതസ്ഥനും കരുതുന്നില്ല. പിന്നെ സെക്യുലറിസത്തിന്റെ പവർ എവിടെ, പ്രത്യേകത എവിടെയാണ്? എല്ലാ മതങ്ങൾക്കും ഇടം കൊടുക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. എല്ലാ മതങ്ങൾക്കും ഇടം കൊടുക്കുന്നു. എല്ലാ മതങ്ങൾക്കും ഇടം കൊടുക്കാനുള്ള വിശാലതയുള്ള ഒരു സെക്യുലറിസത്തിനാണ് ബഹുമത സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ. ഒരു ബഹുമത സമൂഹത്തിൽ വിവിധ മതങ്ങൾ, വിവിധ ചിന്തകൾ, വിശ്വാസങ്ങളുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തെ നയിക്കാൻ ഏറ്റവും നല്ലത് സെക്യുലറിസമാണ്. ഒരു സംശയമില്ല. എല്ലാ മതങ്ങൾക്കും ഇടം കൊടുക്കാൻ. പക്ഷെ അവിടെയാണ് ആധുനിക സെക്യുലറിസ്റ്റുകൾ വന്നിട്ട് എല്ലാത്തിനും ഇടം കൊടുക്കുന്ന വിശാല ഹൃദയമുള്ള സെക്യുലറിസത്തിനെ ഫാഷിസ്റ്റ്വൽക്കരിക്കാണ്. അതിനെ ഏകാധിപത്യവൽക്കരിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന് അവന്റെ ആദർശം മാത്രമാണ് ശരി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ആശയം മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് ശരി എന്ന് ഒരു മുസ്ലിം പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? കാരണം അവന്റെ വിശ്വാസമാണത്. ഇലാഹ് എന്ന് പറയുമ്പോൾ അവൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ലോകത്തിന്റെ സ്രഷ്ടാവിനെ പറ്റിയിട്ടാണ് മുസ്ലിം സംസാരിക്കുന്നത്. അറബിയിൽ അതിനെ അള്ളാഹു എന്ന് വിളിക്കുന്നുള്ള ആളുകൾ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ ഇത് വേറെ ഏതോ ദൈവസങ്കല്പാണ്. അറബ് ഗോത്രവുമായി ബന്ധപ്പെട്ട് അറേബ്യൻ പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ലോകത്തിന്റെ സ്രഷ്ടാവായിട്ടുള്ള, സംവിധായകനായിട്ടുള്ള, നിയന്താവായിട്ടുള്ള പടച്ചവൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആ പടച്ചവനെ അറബികൾ വിളിച്ച പേരാണ് അല്ലാഹ്. അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നുണ്ടായ ശരിയായ യഥാർത്ഥത്തിലുള്ള സാക്ഷാൽ ആരാധ്യൻ എന്ന വിളി നൽകപ്പെട്ട അല്ലാഹ് എന്നുണ്ടായത്. മുസ്ലിങ്ങൾ പറയുന്നത് എന്താ? മുസ്ലിമീങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ ആരാധനയ്ക്ക് അർഹതയുള്ളൂ. ബാക്കി ഒരാൾക്കും ആരാധനയ്ക്ക് അർഹതയില്ല. ആ ആരാധനയ്ക്ക് അർഹത നമ്മൾ വകവെച്ചു കൊടുക്കരുത്. എന്നാൽ ഇസ്ലാം ഇത് പറയുമ്പോൾ
ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കാം, ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകത്ത് അമുസ്ലിങ്ങളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, വിഗ്രഹാരാധകരുണ്ട്, വ്യത്യസ്ത മതാനുയായികളുണ്ട്. അവരുടെ മതം ആചരിക്കാനും ആ മതം അനുഷ്ഠിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? മനുഷ്യന്റെ മുമ്പിൽ ഒരു ആശയം വെക്കലാണ് ഇസ്ലാമിനുള്ളൂ. ആ ആശയത്തെ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. എന്റെ മതം നിങ്ങൾ സ്വീകരിച്ചോളണം, എന്റെ കാഴ്ചപ്പാട്, എന്റെ ദർശനം നിങ്ങൾ സ്വീകരിച്ചോളണം എന്ന അടിച്ചേൽപ്പിക്കലുകളില്ല. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഭീകരവാദിയോ തീവ്രവാദിയോ നിങ്ങളെ കാലത്തിന് ചേരാത്തവനോ പരിഷ്കാരമില്ലാത്തവനോ ഒന്നാക്കി മാറ്റൂല. എന്റെ ആശയം ഇതാണ്, എന്റെ ചിന്ത ഇതാണ്, ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇതിലാണ് മോക്ഷമുള്ളൂ, ഇത് നിങ്ങൾക്ക് തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത്ര ഇസ്ലാം സംസാരിച്ചിട്ടുള്ളൂ. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. നിങ്ങളൊക്കെ ഇതെപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് ഇറങ്ങുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത്തബയ്യന റുശ്ദു മിനൽ ഗയ്, വിശുദ്ധ ഖുർആൻ പറയാ, സത്യവും അസത്യവും വേർപെട്ടിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇനി മതത്തിൽ ബലാത്കാരമില്ല. ഒരു ബലാത്കാരം നടന്നു റസൂലുള്ളാഹിന്റെ കാലത്ത്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു ബലാത്കാരം മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഠിനമായ ശ്രമം നടന്നു. ആ ശ്രമത്തിനെതിരെയാണ് ഈ ആയത്തിറങ്ങിയത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ആയത്തുൽ കുർസി കഴിഞ്ഞ് തൊട്ട താഴെ കിടക്കുന്ന ആ ആയത്ത്, അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കണം, ലോകം പരിശോധിക്കണം. റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനയിൽ ഒരു ബലാത്കാരം നടന്നു. ആ ബലാത്കാരത്തെ വിമർശിച്ചുകൊണ്ട് ചെയ്യരുത്, ആവർത്തിക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിറങ്ങുന്നത്. എന്താ ബലാത്കാരം നടന്നത്? ബലാത്കാരം നടന്നത് മദീനയിലുള്ള പിന്നെ അൻസാറുകൾ. ആ അൻസാറുകൾ പ്രത്യേകിച്ച് വേദഗ്രന്ഥമൊന്നും ലഭിക്കാത്ത, ഒരു വേദം പ്രാക്ടീസ് ചെയ്ത് വളരാത്തൊരു സമൂഹമാണ്, ഒരു വേദം പ്രാക്ടീസ് ചെയ്യാത്ത സമൂഹമാണ്. എന്നാൽ അവിടെ ആ മദീനയിൽ തന്നെ യഹൂദന്മാർ തൗറാത്തുമായിട്ടും നസാറാക്കൾ ഇഞ്ചീൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ വേദഗ്രന്ഥം കൊണ്ടുനടക്കുന്നു. അതിൽ കുറച്ചൊക്കെ ദൈവികത ഉണ്ട്, അതിൻ്റെ പുറമെ ഉള്ളതുണ്ട്, പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അതൊരു പിന്നെ വേദ സമൂഹമായിട്ട് വേദം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ജീവിക്കുന്നൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് അൻസാറുകൾ എന്ത് ചെയ്തു? അവരുടെ മക്കളെ യഹൂദന്മാർക്ക് വേദം പഠിപ്പിക്കാൻ കൊടുത്തു, യഹൂദന്മാരുടെ മതത്തിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ നസാറാക്കളുടെ അഹ്ലു കിതാബിന്റെ മതത്തിലേക്ക് കൊടുത്തു സ്വന്തം മക്കളെ. അങ്ങനെ അവർ അഹ്ലു കിതാബിന്റെ മതത്തിൽ വളർന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് വരുന്നത്? മദീനയിലേക്ക് വരുന്നത്. റസൂലുള്ളാഹിയിൽ നിന്ന് അവർ വേദം കേട്ടു, അവസാനത്തെ വേദഗ്രന്ഥം കേട്ടു. അവരെല്ലാം മുസ്ലിമായി. പക്ഷേ ഈ അൻസാറുകൾ യഹൂദന്മാർക്ക് വളർത്താൻ കൊടുത്ത ആ മക്കളുണ്ടല്ലോ, ആ മക്കൾ യഹൂദനായിട്ടും നസാറാക്കളായിട്ടാണ് വളർന്നു വരുന്നത്, സ്വന്തം മക്കൾ. അപ്പൊ വാപ്പയുമ്മയും പറഞ്ഞു, മോനെ നമുക്ക് വേദഗ്രന്ഥം കിട്ടാത്തപ്പോ എന്നെ ഏൽപ്പിച്ചാണ്, നീ അത് ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കണം. മക്കൾ കൂട്ടാക്കിയില്ല. കാരണം അവര് സത്യം എന്ന് പാലിച്ച കാര്യങ്ങളിൽ അവർ ഉറച്ചു. അപ്പൊ വാപ്പയുമ്മയും നിർബന്ധിക്കാൻ തുടങ്ങി, വാപ്പയുമ്മയും ബലം പ്രയോഗിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങി, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മുസ്ലിങ്ങളോടാ പഠിപ്പിച്ചത്. സ്വന്തം മക്കൾ ഇങ്ങോട്ട് വരണമെന്ന വാപ്പയും ഉമ്മയും നിർബന്ധിച്ച ആ ബലാത്കാരത്തിൽ വിശുദ്ധ ഖുർആൻ ഇടപെട്ടു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ മതം ഏതാണോ അത് നിങ്ങൾക്ക് കൊണ്ടുനടക്കാം, ഞങ്ങളെ മതം ഞങ്ങൾക്ക് കൊണ്ടു നടക്കാം. നമുക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേർതിരിവുകളെ സമന്വയിപ്പിക്കാൻ പഠിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പറ്റിയിട്ട് ഫാഷിസം ഉള്ള ഒരു ചിന്ത എന്ന് വിചാരിക്കുന്ന ആളുകൾ, അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇലാഹുകളെ കൂടി പരിഗണിക്കാനുള്ള വിശാല ഹൃദയമില്ലായ്മ, ഒരു ഫാഷിസം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയുന്ന സെക്യുലറിസ്റ്റുകളെ നമ്മൾ കാണാണ്. സെക്യുലറിസത്തിന്റെ ആത്മാവ് എന്താണെന്ന് അവർക്കറിയില്ല. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആത്മാവിനെ പറ്റി ധാരണയില്ലാതെ എല്ലാതും അംഗീകരിക്കണം, അപ്പോഴേ സെക്യുലറിസ്റ്റ് ആകൂ എന്ന് വിചാരിക്കുന്ന ഏതോ മോശമായ ചിന്തയിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ ദർശനം സത്യമാണ് എന്ന് അംഗീകരിക്കാനും വിശ്വസിക്കാനും ആചരിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ടാകും.
ഒരു ദർശനത്തിനോടും പ്രത്യേക ആഭിമുഖ്യം രാഷ്ട്രം കാണിക്കൂല. എല്ലാ ദർശനത്തിനും തുല്യമായിട്ടുള്ള നിലപാട്, തുല്യമായിട്ടുള്ള സ്ഥാനം, തുല്യമായ രീതി, അതിനനുസരിച്ച് പോകണം. ഇതാണ് സെക്യുലറിസം. ഇതാണ് ഇത്രയുള്ള സെക്യുലറിസം. ആ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഭാരതീയ ദർശനങ്ങളിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ദൈവത്തെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളാലോചിക്കുക. അപ്പൊ ഏറ്റവും വലിയ സങ്കുചിതത്വം ഫാഷിസ്റ്റ് ഏതായിരിക്കണം? ദൈവനില്ല എന്ന് പറയുന്നത്. മറ്റ് ഇലാഹുകളൊന്നും അംഗീകരിക്കൂല, അവരുടെ ആരാധ്യത അംഗീകരിക്കൂല. ആളുകൾ വിചാരിക്കുന്നത് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇലാഹിനെയും ഈ ഭൂമിയിൽ വെച്ച് ഉറപ്പിക്കാൻ സമ്മതിക്കൂല, അതാണ് മുസ്ലിങ്ങളുടെ രീതി എന്നതല്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഹഖില്ല എന്നാണ്. ഈ ലോകത്ത് ഇലാഹുകൾക്ക് ഒരു ഹക്കില്ല, ഒരു അവകാശവും ഇല്ല. ആരാധന മനുഷ്യനിൽ നിന്ന് ലഭിക്കാൻ അതാർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന ചിന്താണ്, എന്ന രീതിയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ ഇലാഹു പോലുമില്ല, ഒരു ഇലാഹുമില്ല എന്ന് പറയുന്ന, ദൈവം എന്ന സങ്കല്പം തന്നെ മിഥ്യയാണെന്ന് പറയുന്ന എത്തിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അത് ഫാഷിസാണോ? അത് ഫാഷിസാണോ? ഒരാലോചിക്കും. ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താ? എന്റേതല്ലാത്ത മറ്റൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. എന്റെ ആശയമല്ലാതെ, എന്റെ കാഴ്ചപ്പാടല്ലാതെ വേറെ ഒന്നും ഈ ഭൂമിയിൽ നിലനിൽക്കരുത്. അതിനെ നശിപ്പിച്ചു കളഞ്ഞേക്കണം. അതിനോട് അങ്ങേയറ്റത്തെ വൈരാഗ്യത്തോടെ നിലകൊള്ളണം. ഇതാണോ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? റസൂലുള്ളാഹി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്? റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രയോഗവൽക്കരണം സാമൂഹിക രംഗത്ത് മനുഷ്യ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി കാണിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. ആ അമുസ്ലിമീങ്ങളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ദിമ്മികൾ എന്ന് അവരെ വിളിക്കുക. ദിമ്മികൾ എന്ന് അവരെ വിളിക്കപ്പെടാം. ദിമ്മികളോട് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചെന്തറിയോ? ആരെങ്കിലും ഇവരെ ദിമ്മികളെ, ഇസ്ലാമിക സൊസൈറ്റിയിലെ അമുസ്ലിമീങ്ങളെ, ഇസ്ലാമിക സൊസൈറ്റിയിലെ ബഹുദൈവ വിശ്വാസികളെ, ഇസ്ലാമിക സൊസൈറ്റിയിലെ ഈമാനിക വിരുദ്ധമായ കുഫ്റൻ ചിന്തയുള്ള അമുസ്ലിം സഹോദരങ്ങളെ ആരെങ്കിലും അവരോട് അനീതി കാണിച്ചാൽ പരലോകത്ത് ആ മുസ്ലിമിനെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെതിരെ, ആ ഈമാൻ പറഞ്ഞവനെതിരെ ഞാൻ സാക്ഷിയായിരിക്കും. അവന് വേണ്ടി ഞാൻ അവന്റെ ജാമ്യക്കാരനായിട്ട് നിനക്കെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെതിരെ ഇതാ ഈ മുശ്രിക്കിന് വേണ്ടി ഞാൻ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് എവിടുന്ന ഫാഷിസം കിട്ടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ ഫാഷിസ്റ്റ് ചിന്ത വരും എന്നത് എവിടുന്നാ കിട്ടിയത്? ഇത് ഈ ചിന്ത ഉണ്ടാക്കുന്നത് ആരാണ്? ഈ ചിന്ത ഉണ്ടാക്കുന്നത് സെക്യുലറിസത്തിന്റെ ആത്മാവ് അറിയാത്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് മറ്റ് ദർശനങ്ങളെ അംഗീകരിക്കാത്ത, എല്ലാം സത്യമാണെന്ന് പറയണമെന്നാണ്. എല്ലാം സത്യമാണെന്ന് പറയണം. ഒരാൾ വിചാരിക്കാണ് വിഗ്രഹത്തെ ആരാധിക്കണോ, അതും സത്യമാണ്. വിഗ്രഹാരാധന പാടില്ലേ, അതും സത്യമാണ്. ഇങ്ങനെ എല്ലാം സത്യപ്പെടുത്തണം. അതാണ് ഏറ്റവും മികച്ച വീക്ഷണം എന്നാണ്. ആലോചിക്കൂ. അങ്ങനെ സത്യപ്പെടുത്താൻ പറ്റില്ലെങ്കിലോ? ലോകത്തിലെ വ്യത്യസ്ത ദർശനങ്ങൾക്കെല്ലാം ഒരേ കാഴ്ചപ്പാടാണോ? ഒരേ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ പറ്റുമോ? വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ അതും സത്യം ഇതും സത്യം എന്ന് പറയാം? സർവമത സത്യവാദ ഫാഷിസം അതിനെ വിളിക്കേണ്ടി വരും. സർവമത സത്യവാദ ഫാഷിസം എന്ന് വിളിക്കേണ്ടി വരും. കാരണം എന്താ? എല്ലാം ഇങ്ങനെ സത്യാവുക, എല്ലാം കൂടി സത്യാവുക. എങ്ങനെ? ക്യാപിറ്റലിസവും മുതലാളിത്തവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും രണ്ടും ശരിയാണ്. ഇതെങ്ങനെ പറയാൻ പറ്റുക? ഒരു മനുഷ്യൻ എങ്ങനെ ഇത് പറയാൻ പറ്റും? അതിനെ പറഞ്ഞത് ദാർശനിക രംഗത്ത് ഇത് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാൻ മനസ്സിലാക്കിയത് അതിൽ സത്യമുണ്ട്, അതാണ് സത്യം എന്ന് എനിക്ക് ബോധ്യമായാൽ അത് സത്യമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നീ മനസ്സിലാക്കിയത് സത്യമാണെന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഇത്രേ ഉള്ളൂ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവൻ്റെത് സത്യമാണ്, എൻ്റെതും സത്യമാണ്, പിന്നെ എൻ്റെ സത്യം എന്തിനാ അവിടെ ബാക്കി നിൽക്കുന്നത്? എല്ലാം സത്യമാണെങ്കിൽ എല്ലാ സത്യം കൂടി എന്തിനാ ബാക്കി നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു സത്യത്തിലേക്ക് മനുഷ്യന് പോയിക്കൂടെ?
ഏതെങ്കിലും ഒരു സത്യത്തിലേക്ക്. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഫാഷിസാണ്. പടച്ചോനല്ലാത്ത ബാക്കിയുള്ള ഇലാഹുകളുടെ ഒക്കെ ആരാധ്യതയെ നിഷേധിക്കുന്നത് സങ്കുചിതത്വമാണ്. അങ്ങനെയല്ല, എല്ലാത്തിന്റെ ആരാധ്യത ഓരോരുത്തരും ആരാധിച്ചിട്ട് ആരും അതിനെതിരല്ല. ഈ മണ്ണിൽ ആർക്കും ആരെയും ആരാധിക്കാം, പക്ഷേ പടച്ചവനെ മാത്രമേ ആരാധനയ്ക്ക് അർഹതയുള്ളൂ എന്ന വിശ്വാസം മുസ്ലിമിനുണ്ട്. ആ വിശ്വാസം ഈ ഇന്ത്യയുടെ മണ്ണിൽ അവന് കൊണ്ടു നടക്കാൻ സാധിക്കണം. ലോകത്തിന്റെ എല്ലാ മണ്ണിലും ആ വിശ്വാസം കൊണ്ടു നടക്കാൻ മുസ്ലിമിന് സാധിക്കണം. ആ വിശ്വാസം ഫാഷിസ്റ്റ് ചിന്തയല്ല, ആ വിശ്വാസം സങ്കുചിതമായ ചിന്തയല്ല. എൻ്റെ ഭാര്യ ഞാനുമായി മാത്രമേ ലൈംഗിക ജീവിതം പങ്കുവെക്കാവൂ എന്ന എൻ്റെ താല്പര്യം സങ്കുചിതമല്ല. എൻ്റെ ഇണ എന്നോടൊപ്പമേ ലൈംഗിക ജീവിതം നയിക്കാവൂ എന്ന എൻ്റെ കഠിനമായ ആഗ്രഹം സങ്കുചിതമായ ചിന്തയല്ല. അവൾക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ പോകാം, ഇഷ്ടമുള്ളവരോടൊപ്പം ശയിക്കാം എന്നത് വിശാല ചിന്തയുമല്ല. മനസ്സിലായോ? അങ്ങനെ വിശാലാക്കാൻ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശാലമാക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത് സമ്മതിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് പറഞ്ഞത്, പ്രഖ്യാപിച്ചത് റബ്ബായിട്ടും ഇലാഹായിട്ടും അള്ളാനെ മാത്രം ഇങ്ങോട്ട് തൃപ്തിപ്പെട്ടോളണം. റബ്ബായിട്ടും ഇലാഹായിട്ടും. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് പിന്നെ വേറെ ഉണ്ടാവൂല. അല്ലാത്ത ഒരു ഇലാഹ് വേറെ ഉണ്ടാവൂല. അതിന്റെ സാക്ഷ്യം വിശുദ്ധ ഖുർആൻ ആ മുസ്ഹഫ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ, അതിന്റെ ആദ്യത്തെ ചട്ട നിവരുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫാത്തിഹ. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും മനപ്പാടമുള്ള സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ആ ഇലാഹും റബ്ബുമായി അള്ളാഹനെ മാത്രമേ തൃപ്തിപ്പെടാവൂ എന്ന അള്ളാഹുവിൻ്റെ മതത്തിന്റെ ആശയത്തിന്റെ പ്രാക്ടിക്കൽ രൂപങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് അള്ളാഹനെ മാത്രം ഇലാഹും റബ്ബായിട്ട് തൃപ്തിപ്പെടാം? അള്ളാഹ് പഠിപ്പിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ഇസ്തിആനത്തും ചെയ്യൂ. ഇതാണ് അള്ളാഹനെ ഇലാഹായിട്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ. പടച്ചവനോട് മാത്രമായിരിക്കണം ഇബാദത്ത്, പടച്ചവനോട് മാത്രമായിരിക്കണം ഇസ്തിആനത്ത്. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് ഏറെക്കുറെ മലയാളത്തിലേക്ക് നമുക്ക് പരിഭാഷപ്പെടുത്താം. ആരാധന എന്ന മലയാള പദം ഇബാദത്തിനെ പ്രതിനിധീകരിക്കാൻ പര്യാപ്തമല്ല. പക്ഷെ മലയാളത്തിൽ നിന്ന് ഒരു പദം നമുക്ക് തിരഞ്ഞെടുക്കാവുമെങ്കിൽ അതിന് ആരാധന എന്ന ഒരു ട്രാൻസ്ലേഷനാണ് ഇബാദത്തിന് കൊടുക്കാൻ പറ്റുക. എന്താ ഇസ്തിആനത്ത്? ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായത്തേട്ടം, സഹായാർത്ഥനകൾ. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സഹായാർത്ഥനയും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇബാദത്തുകൾ, ആരാധനകൾ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ പടച്ചോനെ ഇലാഹായിട്ട് തൃപ്തിപ്പെട്ടു, റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു. പരിശീലനാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് റളീതു ബില്ലാഹി റബ്ബൻ അത് പരിശീലിക്കാൻ നമുക്ക് പഠിപ്പിച്ചതാ. എങ്ങനെ പടച്ചോനെ മാത്രമേ, അള്ളാഹുവിനെ മാത്രമേ ഞാൻ റബ്ബായിട്ട് സ്വീകരിക്കൂ, തൃപ്തിപ്പെടൂ, ഇലാഹായിട്ട് സ്വീകരിക്കൂ, തൃപ്തിപ്പെടൂ എന്ന ആശയം എവിടെ? പടച്ചവനെ മാത്രം ആരാധിക്കുക, പടച്ചവനോട് മാത്രം സഹായം തേടുക. ഇസ്തിആനത്ത് അല്ലാഹുവോട് മാത്രം, ഇബാദത്ത് അല്ലാഹുവോട് മാത്രം. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അല്ലാത്തവരോടുള്ള ഇബാദത്ത് കുഫ്റാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ഇബാദത്ത് ബാത്തിലാണ്. അത്ര വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? ഇബാദത്ത് ആർക്ക് മാത്രം? അല്ലാഹുവിന് മാത്രം. വേറെ ഒരാൾക്ക് ഇബാദത്തില്ല. അള്ളാഹുവിന് പുറമെ ഉള്ളവരോടുള്ള ഇബാദത്ത് എന്താണ്? കുഫ്റാണ്. അള്ളാഹുവിന് പുറമെ ഉള്ളവരോടുള്ള ഇബാദത്ത് എന്താണ്? ബാത്തിലാണ്, നിരർത്ഥകാണ്, ഒന്നും ലഭിക്കാൻ പോണില്ല. ഒന്നാമത് വിശ്വസിക്കേണ്ടത് പടച്ചവന് മാത്രം. രണ്ടാമത് പടച്ചവനല്ലാത്തവർക്ക് കൊടുത്താൽ അത് കുഫ്റാണ്, സത്യനിഷേധമാണ്. മൂന്നാമത്തേത് അത് ബാത്തിലാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപകാരവും ഒരു തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് വിശ്വസിക്കണം. ഇതന്നെ ഇസ്തിആനത്തിനും വിശ്വസിക്കണം. ഇത് തന്നെ ഇബാദത്തിനെ എങ്ങനെ അല്ലാഹനെ ഏകനാക്കിയോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
പടച്ചവനെ മാത്രം വഹദ ഏകനാക്കി ഇബാദത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇസ്തിആനത്തിന്റെ സഹായത്തേട്ടത്തിന്റെ കാര്യത്തിൽ ഏകനാക്കണം. അപ്പൊ എന്ത് വിശ്വസിക്കണം? അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് സഹായം തേടാൻ അർഹൻ. അല്ലാഹുവിന് പുറമെ ആരോടെങ്കിലും സഹായം തേടിയാൽ അത് കുഫറാണ്. അല്ലാഹുവിന് പുറമെ ആരോടെങ്കിലും ഇസ്തിആനത്ത് ചെയ്താൽ അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. അതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല, അതിനൊരു ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്നുകൂടി നമ്മൾ വിശ്വസിക്കാം. അങ്ങനെ എന്തെങ്കിലും വിശ്വാസം നമ്മളെ ഇളക്കം തട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിൽ പടച്ചവന് പുറമെ ആരോടെങ്കിലും സഹായം തേടിയിട്ട് ആ സഹായത്തേട്ടം കുഫറുമല്ല ബാത്തിലുമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞത് നമ്മൾ പൊളിച്ചു. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു, നാഥനെ അവനെ മാത്രം ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു എന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം പൊളിഞ്ഞു. എൻ്റെ മനസ്സിൽ എന്തുണ്ടായാൽ മതി, ഞാൻ ഇവിടുന്ന് ഒരു ആവശ്യം ഒരാളോട് തേടി, അത് ചിലപ്പോൾ ഖബറാളിനോടാകാം, അത് ചിലപ്പോൾ മരണപ്പെട്ട ഔലിയാക്കന്മാരോടാകാം, അത് ചിലപ്പോൾ ഭൂമിയിലേക്ക് വന്നുപോയി എന്ന് അള്ളാഹു പേരെടുത്ത് പറഞ്ഞ അമ്പിയാക്കന്മാരോടാകാം, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ശുഹദാക്കളോടാകാം. ഞാൻ സഹായം തേടി, ഞാൻ അള്ളാഹുവിന് പുറമെ സഹായം തേടി. എൻ്റെ പ്രഖ്യാപനം എന്താ, പ്രതിജ്ഞ എന്താ? എൻ്റെ പ്രഖ്യാപനം 5 നേരത്തെ നമസ്കാരത്തിൽ 17-18 തവണ റബ്ബ് സുബ്ഹാനഹു തആല എന്നോട് പ്രഖ്യാപിക്കാൻ, പ്രതിജ്ഞ ചെയ്യാൻ അല്ല പറയാണ്. എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ പ്രതിജ്ഞ ഒരു തവണയല്ല, ഞാൻ എൻ്റെ പ്രഭാതമുണർന്നാൽ തുടങ്ങുന്നു ഈ പ്രതിജ്ഞ എടുക്കൽ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പും ഈ പ്രതിജ്ഞ എടുത്തിട്ടേ ഉറങ്ങാറുള്ളൂ. എല്ലാ രംഗത്തും എല്ലാ നിസ്കാരത്തിലും റബ്ബ് സുബ്ഹാനഹു തആല ഈ പ്രതിജ്ഞ ആവർത്തിച്ച് എൻ്റെ പ്രതിജ്ഞയാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി. എന്തിനാ മാറ്റിയത്? ഇത് ജീവിതത്തിന്റെ ശീലാക്കണം. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒരു ആപത്തുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യവും ആവലാതിയും ഉണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഭൂലോകത്തെ ഏതോ ശുഹദാക്കളെ വിളിച്ചു, മരണപ്പെട്ടു പോയ ഏതോ മഹാത്മാക്കളെ വിളിച്ചു, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന അമ്പിയാക്കന്മാരെ വിളിച്ചു, ഔലിയാക്കന്മാരെ വിളിച്ചു. അല്ലാഹുവിന് പുറമെ ചില ആളുകളെ ഞാൻ സഹായത്തിന് വിളിച്ചു. എൻ്റെ പ്രതീക്ഷ എന്താണ്? ഒന്നാമത്തേത്, ഇതാ സഹായത്തേട്ടം, ഇസ്തിആനത്ത്, അത് അല്ലാഹുവല്ലാത്തവർക്ക് കൊടുക്കാം. സഹായത്തേട്ടം, ഇസ്തിആനത്ത്, അത് അല്ലാഹുവല്ലാത്തവർക്ക് കൊടുക്കൽ കുഫ്റല്ല. ഇസ്തിആനത്ത്, അത് അല്ലാഹുവല്ലാത്തവർക്ക് കൊടുക്കൽ ബാത്തിലല്ല. ഞാൻ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയാൻ അർഹതയില്ല. മനസ്സിലായോ? ഞാൻ വിശ്വസിക്കേണ്ട എന്താണ്? ഒന്ന്, ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്തു, സ്രഷ്ടാവിന് കൊടുക്കേണ്ടത് സൃഷ്ടിക്ക് കൊടുത്തു. അങ്ങേയറ്റത്തെ നന്ദികേട്. ഇങ്ങനെ ഞാൻ വിശ്വസിക്കണം. രണ്ടാമത്തേത് എന്താ? അത് സത്യനിഷേധമാണ്, ഈമാനല്ല. എൻ്റെ ജീവിതത്തിലെ നിസ്സാര പ്രശ്നമാകട്ടെ, എൻ്റെ ചെരുപ്പിന്റെ ഒരു വാറ് പൊട്ടി, എൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചു, ആ മുള്ളു തറച്ചപ്പോ പടച്ചോനെ എന്ന് വിളിക്കേണ്ടതിന് പകരം ശിഫ തേടി, അപകടത്തിൽ നിന്ന് രക്ഷ തേടി, വേദന ശമിക്കാൻ ഞാൻ പടച്ചോനെ എന്ന് വിളിക്കേണ്ടതിന് പകരം ഒരാളെ വേറെ വിളിച്ചു. പടച്ചോന്റെ സൃഷ്ടികളിൽ ഒരാളെ വേറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഉറക്കണം. ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് കാര്യമാകട്ടെ, അല്ലാഹുവേ, റബ്ബി, റബ്ബന എന്ന വിളിക്ക് പുറമെ ഒരു ഹൽക്കിലേക്ക്, ഒരു സൃഷ്ടിയിലേക്ക്, അത് മരണപ്പെട്ടവരാകട്ടെ, ഖബറാളിയാകട്ടെ, അത് പിന്നെ വിഗ്രഹങ്ങളാകട്ടെ, അത് അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, ശൈത്താന്മാരാകട്ടെ, റൂഹുകളാകട്ടെ, പടച്ചിട്ടുള്ള ഏത് പടപ്പിലേക്ക് ഞാൻ വിട്ടിട്ട് അവിടെ നിന്ന് ആ വിളി പിന്നെ എനിക്ക് ഉത്തരം ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ആ വിളിക്ക് ഒരു മറുപടി കിട്ടും, ആ തേട്ടത്തിന് ഒരു പരിഹാരം ഉണ്ടാകും.
അതിന് ഒരു പ്രതിധ്വനി ഉണ്ടാകും എന്നെൻ്റെ മനസ്സിൽ വന്നാൽ നോക്കിക്കോ, റളീതു ബില്ലാഹി റബ്ബൻ പൊളിഞ്ഞ്. പിന്നെ ഞാൻ അള്ളാനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിട്ടില്ല. റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയാൻ പിന്നെ എനിക്ക് അർഹതയില്ല. വഖതനഅതു ബിഹി റബ്ബൻ വഇലാഹൻ, അതാ ആ അള്ളാഹുവിനെ റബ്ബായിട്ടും ഇലാഹായിട്ടും ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പിന്നെ എനിക്ക് അർഹതയില്ല. എൻ്റെ വിളിക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണം. സൃഷ്ടികളിൽ നിന്ന്, പടച്ചോന് പുറമെ സൃഷ്ടികളിൽ നിന്ന് എൻ്റെ തേട്ടത്തിന്, എൻ്റെ വിളിക്ക്, എൻ്റെ പ്രതീക്ഷയ്ക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല, ബാത്തിലാണ് എന്ന് വിശ്വസിച്ചെങ്കിലേ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയാൻ പറ്റും. എൻ്റെ മനസ്സിൽ അത് റെസ്പോൺസ് ചെയ്യാൻ ആർക്ക് സാധിക്കും? അതിന് റിപ്ലൈ ചെയ്യാൻ ആർക്ക് സാധിക്കും? മുഹൈദ്ദീൻ ഷെയ്ഖിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ എനിക്ക് റളീതു ബില്ലാഹി റബ്ബനില്ല. അതിന് പ്രതിധ്വനി ഉണ്ടാകും, അതിന് ഒരു മടക്കമുണ്ടാകും എന്ന് ആരെങ്കിലും ഞാൻ സങ്കല്പിച്ചാൽ, മനസ്സിൽ സങ്കല്പിച്ചാൽ റളീതു ബില്ലാഹി റബ്ബൻ പൊളിഞ്ഞു. അപ്പോൾ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയണമെങ്കിൽ ഈ രണ്ടെണ്ണം, ഇബാദത്താകട്ടെ ഇസ്തിആനത്താകട്ടെ. അതാണ് ഖുർആൻ ഒന്നാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടാൻ കർമ്മത്തിലും അല്ല രേഖപ്പെടുത്തി, കർമ്മത്തിലും രേഖപ്പെടുത്തി. അതിങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കണം. ഇബാദത്തും ഇസ്തിആനത്തും, ആരാധനയും സഹായത്തേട്ടവും. അല്ലല്ലാത്ത ഒരാൾക്ക് കൊടുക്കില്ല, അല്ലല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ കുഫറാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ ബാത്തിലാണ്, നിരർത്ഥകാണ്. ഒരു റിപ്ലൈ അതിന് കിട്ടൂല, ഒരു റെസ്പോൺസും അതിനപ്പുറത്തുനിന്ന് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവൂല എന്ന് ഈമാൻ ഉണ്ടാകണം, എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാവണം. അല്ലാതെ അല്ല തരും, ഔലിയാക്കളും തരും എന്ന് വിശ്വസിക്കലല്ല, അല്ല തരും മലക്കുകളും തരും എന്ന് വിശ്വസിക്കലല്ല. അല്ല തരും, മലക്കുകൾ തരൂല. അല്ല തരും, ഔലിയാക്കൾ തരില്ല. അല്ല തരും, ഒരൊറ്റ ഹൽക്കും തരില്ല എന്ന ഈമാൻ ഉണ്ടെങ്കിൽ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അർഹതയോടെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ഈ കാലഘട്ടത്ത് വളർന്നു വരുന്ന പുതിയ തലമുറകൾക്ക് നിരന്തരമായ ദീനിയായ ഉണർവുകളും ഉത്സാഹങ്ങളും നിരന്തരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും ദിക്റുകളും തദ്കിറകളുമൊക്കെ ആവർത്തിച്ച് കൊടുത്തെങ്കിൽ മാത്രമാണ് ദീനിയായ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അത്രമാത്രം ശഹവത്തുകൾ, ദേഹേച്ഛകൾ മനുഷ്യനെ അങ്ങേ അറ്റം ആകർഷിക്കുകയും മനുഷ്യനെ മുറുകെ പിടിക്കുകയും അവനെ വഴിപഴപ്പിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ സാമൂഹിക അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാലത്താണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച പോലൊന്നല്ല. നമ്മൾക്ക് ഒരുപാട് നിയന്ത്രണത്തിന്, സ്വയം സെൽഫ് ഡിഫെൻസിൻ്റെ പുറത്ത് സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ ധാരാളം നമുക്ക് ഡിഫെൻസുകൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണ ആവട്ടെ, അവരുടെ ബിഹേവിംഗ് ആകട്ടെ, സാമൂഹിക ഇടപെടലുകളാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പുള്ള അശ്ലീലതകളുടെ അശ്ലീലതകൾ ലഭിക്കാനുള്ള സോഴ്സുകളാകട്ടെ ഒക്കെ നിയന്ത്രണ വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് നമ്മളുടെ കാലത്തുണ്ടായില്ല. എന്നാൽ നമ്മുടെ കുട്ടികളുടെ കാലത്തല്ല. അവരെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് ഈമാനുള്ളൊരു കുട്ടി ഈ കാലത്ത് കടന്നു പോകുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അവൻ്റെ ഭാഗത്തു നിന്നൊക്കെ പുതിയ തലമുറയുടെ മക്കളുടെ കൈകളിൽ നിന്ന് ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നീയൊക്കെ എന്താണ്, എങ്ങനെയാണ്, നിനക്കൊക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ച് അവരങ്ങനെ ചീത്തയാക്കി ചീപ്പാക്കി മാറ്റുന്ന പഴയ തലമുറ മനസ്സിലാക്കണം. നിങ്ങളെക്കാൾ കരുത്തരാണ് അവർ, നിങ്ങളെക്കാൾ ഈമാൻ അവർക്കുണ്ട്. കാരണം നിങ്ങൾ ജീവിച്ച ആ ജീവിതാന്തരീക്ഷം ഉണ്ടല്ലോ, ആ ജീവിതാന്തരീക്ഷം കേവലം ഈമാൻ കൊണ്ട് മാത്രമല്ല നിങ്ങൾ നന്നായത്, മറിച്ച് ആ അന്തരീക്ഷത്തിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തുച്ഛായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്.
ഇന്നത്തെ തലമുറ ജീവിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നിങ്ങളുടെ ടീനേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ കൗമാരങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അവരെക്കാൾ മോശപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ മാറിയിരുന്നു. അപ്പം നമ്മളെ ക്ഷേമത്തരായിട്ട് നമ്മളെ പഴയ തലമുറക്കാർ വിചാരിക്കേണ്ട. പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലോ, അവരുടെ സ്വഭാവങ്ങളിൽ പെരുമാറ്റങ്ങളിലൊക്കെ ചെറിയ മോശപ്പെട്ട പ്രവണതകൾ കാണുമ്പോൾ മോശമായിട്ടുള്ള ചെക്കൻ, മോശമായ പെണ്ണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. കാരണം അവർ ജീവിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തോട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴത്തേനും 40 വയസ്സ് 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി ഷഹവത്തുകൾ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യത കുറവാണ്. അവരുടെ പ്രായതല്ല, ടീനേജാണ്. ഷഹവത്തുകൾ, ദേഹേച്ഛകൾ അവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ആ മക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ മക്കൾക്ക് നിരന്തരമായി തദ്കിറത്ത് കൊടുക്കണം, പടച്ചവനെ പറ്റിയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മാസം ഏപ്രിൽ 12, 13, 14 തീയതികളിൽ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ചത്തപ്പള്ളിയിൽ വെച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് MGM സ്റ്റുഡൻസ് വിങ് വിദ്യാർത്ഥിനി വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു 2-3 ദിവസം തങ്ങി അവിടെ താമസിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കാൻ പാടില്ല തുടങ്ങിയ പുതിയ കാലഘട്ടത്തിൻ്റെ ശഹവത്തുകളുടെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള പഠനങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് മികച്ച ഒരു ക്യാമ്പ് അവിടെ നടക്കുകയാണ്. രാവും പകലുമായി അവിടെ നടക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ സ്വാധീനം, വ്യക്തിത്വത്തിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇടമാണ് ഈ വരുന്ന 12, 13, 14 തീയതികളിൽ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിലൂടെ സ്റ്റുഡൻസ് വിങ് വിദ്യാർത്ഥിനി വിഭാഗം അവരൊരുക്കുന്ന ആ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടാൽ, ഇവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പെൺമക്കളെ പരമാവധി അതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഇൻഷാ അല്ലാഹ് ആൺകുട്ടികൾക്കുള്ള ക്ലാസ്സുകളും മറ്റും നടക്കുന്നുണ്ട്. അതിൻ്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് അറിയിക്കും. നമുക്ക് സാധ്യമാകുന്ന ഇത്തരം പഠന പ്രക്രിയകളിലൊക്കെ പുതിയ തലമുറയിൽ നമ്മുടെ മക്കളെ നമ്മൾ നിരന്തരം പങ്കെടുപ്പിച്ചു കൊണ്ടിരിക്കുക. അവർക്കൊരു ശക്തി, ഈമാനികമായിട്ടൊരു ശക്തി ലഭിക്കാൻ അത് കാരണമാകും. റബ്ബ് സുബ്ഹാനഹു തആല അവരെയും നമ്മളെയും തൃപ്തിപ്പെടുമാറാകട്ടെ. റബ്ബിനെ സമ്പൂർണ്ണമായി തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മക്കളും അവരുടെ മക്കളും തുടർന്നുള്ള സന്താന പരമ്പരകൾ മുഴുവൻ ഈമാനിലും ഇസ്ലാമിലും അടിയുറച്ച് ജീവിക്കുന്ന സന്താന പരമ്പരകളെ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ അമലു സ്വാലിഹാത്തുകൾ നമ്മുടെയൊക്കെ ഖബറുകളിലേക്ക്, നമ്മുടെ പൂർവികരുടെ ഖബറുകളിലേക്ക് ഒരു പ്രകാശമായിട്ട്, ഈമാന്റെ സഹായമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിരന്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ എല്ലാ കുടുംബത്തിലെ രക്തബന്ധത്തിലെ സ്വാലിഹീങ്ങളുമായിട്ട് ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളോടുമൊപ്പം ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് മുസ്ലിം നാടുകളെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കുമാറാകട്ടെ. ആ കെടുതികൾ വ്യാപിപ്പിക്കുന്ന, അപകടങ്ങൾ വിതക്കുന്ന, യുദ്ധങ്ങൾ പരത്തുന്ന ദുഷ്ടശക്തികൾ അള്ളാഹു നിലക്ക് നിർത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മാനവികതയുടെ സമ്മർദ്ദം അവർക്ക് മുകളിൽ ഉണ്ടാക്കുമാറാകട്ടെ. അവരുടെ ലോകാധിപത്യ പ്രവണത അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ശക്തിയെ കെടുത്തുമാറാകട്ടെ, അവരുടെ മുഖം കെടുത്തുമാറാകട്ടെ. പിന്തിരിയാൻ അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരെ ശപിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് മേലിറങ്ങുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല മാനവികതയെ സ്നേഹിക്കുന്ന, അതിന് കോട്ടം വരുത്താത്ത നല്ല നേതൃത്വത്തെ ലോകത്തിന് നൽകുമാറാകട്ടെ. മനുഷ്യത്വമുള്ള, നീതിബോധമുള്ള, കരാറുകൾ പാലിക്കുന്ന ലോക നേതാക്കന്മാരെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ഫിത്നയിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങളെയും പാവപ്പെട്ട വികസ്വര രാജ്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. വലിയവൻ ചെറിയവന് മേൽ നടത്തുന്ന അനീതികൾ, പണക്കാരൻ പാവപ്പെട്ടവന് മേൽ നടത്തുന്ന അനീതികൾ, ശക്തന് മേൽ നടത്തുന്ന അനീതികൾ, അതിനെ ചോദ്യം ചെയ്യാനും
കൈപിടിക്കാനും ഈമാനുള്ള അതിന് തൻ്റെടമുള്ള ആളുകളെ അള്ളാഹു ലോകത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം നേതൃത്വത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സംഘടനകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യത്വവും നീതിബോധവുമുള്ള നേതാക്കന്മാരെ എല്ലാ മനുഷ്യർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിലൂടെ മനുഷ്യത്വവും നീതിയും എല്ലാവർക്കും അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുകൾ മുസ്ലിം സമൂഹത്തിനും മറ്റ് സമൂഹങ്ങൾക്കുമെല്ലാം ആശ്വാസവും സമാധാനവുമുള്ള ഒരു റിസൾട്ടുകൾ നൽകുന്നതാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും പരസ്പരമുള്ള സ്നേഹവും നിലനിർത്താനുള്ള നേതാക്കന്മാരെ ഈ ജനവിധിയിലൂടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന, വിഭാഗീയതയുണ്ടാക്കുന്ന, പരസ്പരം പിളർപ്പുകൾ ഉണ്ടാക്കുന്ന, പരസ്പരം പിളർത്തി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തണമെന്ന് വിചാരിക്കുന്ന ദുഷ്ടരായ നേതൃത്വത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യത്വമുള്ളവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.